പ്രൈസ് ദ ലോർഡ്. ദൈവം സർവശക്തൻ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 56 സങ്കീർത്തനം 8 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. അലയുന്ന അവസ്ഥയാണ് ഉഴലുക എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രാരംഭ അധ്യായങ്ങളിൽ നാം പരിശോധിക്കുമ്പോൾ അബ്രഹാം കൊടുത്ത ഒരു തുരുത്തി വെള്ളവും അവന്റെ സന്തതിയെയും എടുത്ത് ഹാഗാർ ബേർഷേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. മരുഭൂമിയാണ്, ശൂന്യതയാണ്, ദിക്കറിയാതെ, ലക്ഷ്യമില്ലാതെ, ഇനി എന്തെന്നറിയാതെ ഉഴന്നു നടന്നു. ആരും സഹായമില്ലാത്ത അവസ്ഥ, ആരും സഹായിക്കുവാനില്ലാത്ത അവസ്ഥ. അബ്രഹാം കൊടുത്തുവിട്ട വെള്ളവും തീർന്നു, കുട്ടിയുടെ മരണവും അടുത്തു എന്ന് വിചാരിച്ച് ഹാഗാർ ഉറക്കെ കരഞ്ഞു. നമ്മുടെ നിസ്സഹായതയിൽ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്ന അതിന്റെ ആഴമറിയാവുന്നവനായ ദൈവം നമ്മോട് സംസാരിക്കും. ഇപ്പോൾ മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവർ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ നടുവിലുള്ള കരച്ചിൽ ദൈവം കേൾക്കാതെ ഇരിക്കുകയില്ല. നീരുറവകൾ കാണുവാൻ പോകുകയാണ്. ശൂന്യമായ തുരുത്തികളെ ദൈവം നിറയ്ക്കുവാൻ പോകുകയാണ്. നിരാശരാകേണ്ട, ഭാരപ്പെടേണ്ട. എന്നെ ആരും കാണുന്നില്ല, എന്നെ ആരും അറിയുന്നില്ല, എൻ്റെ കരച്ചിൽ കേൾക്കുന്നില്ല, എൻ്റെ ആവശ്യം അറിയുന്നില്ല എന്ന് പരിതപിക്കേണ്ട. ദൈവം കാണുന്നുണ്ട്, ദൈവം കേൾക്കുന്നുണ്ട്. തക്ക സമയത്ത് ദൈവം നീരുറവകളെ തുറക്കുവാൻ പോകുകയാണ്. ശൂന്യമായ തുരുത്തികൾ നിറയുവാൻ പോകുകയാണ്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾ ദൈവശബ്ദം കേൾക്കുവാൻ പോകുന്നു, ദൈവപ്രവൃത്തി കാണുവാൻ പോകുന്നു. നമ്മുടെ ഉഴൽച്ചകളെ എണ്ണുന്ന ഒരു ദൈവമുണ്ട്. എത്ര പ്രാവശ്യം നാം ഉഴൽച്ചകൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാവുന്ന ഒരു ദൈവമുണ്ട്. ഇന്നയോളം നമ്മെ നടത്തിയ, പരിപാലിച്ച ദൈവം മേലാലും അവിടുന്ന് നടത്തുവാൻ ശക്തനായ ദൈവമാണ്. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.